we have to discuss exercise 7.1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണോ, ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ എക്സസൈസ് 7.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പെർഫെക്റ്റ് ക്യൂബ്. അതായത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് ഏതാണ് പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്തത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 216 ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് 216 prime factorization ചെയ്യാം അല്ലെ. 216 we have to divide with which number? Yes, we have to divide with the 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. So 216 divided by 2, 216 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 108 കിട്ടുന്നു. Again we have to divide with the 2, we get 54. Again we have to divide with the 2, 54 നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, then we get 27. Okay, 27 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? which number we have to divide by 27? Yes, we have to divide with 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. then 3, then we get 9 we have to divide with 3, then 3, 1. so we have to write the factors. 216 അതിന്റെ factors നമുക്ക് എഴുതാം. that is equal to 216 equal to 2 into 2 into 2 into 3 into 3 into 3 എന്ന് കിട്ടി. ഓക്കെ, നോക്കിയേ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെ. നമുക്ക് ഒരു ഗ്രൂപ്പില് 3 മെമ്പേഴ്സ് ആണ് വേണ്ടത്, സെയിം ഡിജിറ്റ്. അപ്പൊ നോക്കിയാൽ ഇവിടെ നമുക്ക് 3 2s ഉണ്ട്, അതുപോലെ 3 3s ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റി. അപ്പൊ നോക്കിയേ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റി അല്ലെ. നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാൻ പറ്റി, കാരണം 3 എണ്ണം വീതം ഉള്ളത് കൊണ്ട് നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമുക്കറിയാം 216 ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 into 3 6 ആണ്. 6ന്റെ ക്യൂബ് ആണ് 216. ഓക്കെ, therefore it is a perfect cube. അതുകൊണ്ട് 216 is a perfect cube എന്ന് നമുക്ക് കിട്ടി അല്ലെ. ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 128 ആണ്. 128. okay, here we have to divide, we have to factorization method അല്ലെ. 128 നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 128 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 128 divided by 2 നമുക്ക് 64 കിട്ടി. again 2 കൊണ്ട് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം, 32 കിട്ടി. again we have to divide with the 2, we get 16. again we have to divide with the 2, 8, then 2 4 2 2 2 1 എന്ന് കിട്ടി അല്ലെ. അപ്പൊ 128 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പൊ നമുക്കത് എഴുതാം. 128 ഈക്വൽ ടു നമുക്ക് എത്ര 2s ആണെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 2s ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയാൽ നമുക്ക് എഴുതാം 2 into 2 into 2 into 2 into 2 into 2 into 2. നമുക്ക് 7 2s ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് 3 2s നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, അടുത്തത് 3 2 നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. പക്ഷേ നമുക്ക് ഈ ഒരു 2 മാത്രം നമുക്ക് മിച്ചം വന്നിരിക്കുകയാണ്. ഇതിനെ നമുക്ക് 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു നമ്പറിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 128 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. therefore 128 is not a perfect cube. ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല, കാരണം നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ. ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. അതേസമയം 216 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. അവിടെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കി എഴുതാൻ പറ്റി, അതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. ഓക്കെ, നെക്സ്റ്റ് we have to check third supposition, that is 1000 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 1000നെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. we have to divide 1000 by 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. we get 500. again 250. again 125. 125നെ ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. 125നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. then 25, then 5, then 5, again 5 1 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 1000 എന്ന് പറയുന്ന നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 into 2 into 2
ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നോക്കിക്കേ, ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ആദ്യം നമ്മൾ 3 2 കൊണ്ട് അതിനെ ഗ്രൂപ്പ് ചെയ്തു, 3 5 കൊണ്ട് അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ദാറ്റ് ഈസ് 2 ഇൻറ്റു 5 10ന്റെ ക്യൂബാണ് അല്ലെ. 10ന്റെ ക്യൂബാണ് 1000. therefore 1000 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. അതുകൊണ്ട് 1000 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്, കാരണം നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിച്ചു അല്ലെ. അതുകൊണ്ട് 1000 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. then the fourth sub question, that is the 100 ആണ് നമ്മുടെ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് 100നെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 100നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 50, then again 2 25, then 5 5 5 1. ഓക്കെ, അപ്പൊ നോക്കിയാൽ നമുക്ക് 100നെ നമുക്ക് എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനേ പറ്റണില്ല, കാരണം 2 2 ഉള്ളൂ, 2 5 ഉള്ളൂ അല്ലെ. 3 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 2ഉം ഒരു 5ഉം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗ്രൂപ്പ് ചെയ്യായിരുന്നു. അതുകൊണ്ട് നമുക്ക് എഴുതാം 100 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പൊ 100 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 100 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയാലും ഈ രണ്ട് ക്വസ്റ്റ്യനും. 1000 എന്ന് പറയുന്ന പെർഫെക്റ്റ് ക്യൂബ് ആണ്, പക്ഷെ 100 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. ഓക്കെ, ഫിഫ്ത്ത് സബ് ക്വസ്റ്റ്യൻ നോക്കിയേ, 46,656. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് സബ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു വലിയൊരു നമ്പർ ആണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാം. 46,656 ഇതാണ് നമ്മളുടെ നമ്പർ. ഓക്കെ, നമുക്കറിയാം വൺസിന്റെ പ്ലേസ് 6 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2s are 4, 3 2s are 6, then 2 ഇപ്പൊ 23,328 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. Again we have to divide with 2. We get 1 2s are 2, 1 6 then 6 4, so we get 11,664. Again we have to divide with 2. We get 5 2s are 10, 8 then 3 2, 5,832 കിട്ടി. Again we have to divide with 2. 2 2s are 4, 9 1 6, 2,916 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 4 2s are 8, 5 then 8, 1,458 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 2 2s are 4, 9 2s are 8, 729 കിട്ടി. 729 ഇനി നമുക്ക് 2 കൊണ്ട് പറ്റില്ല, നമുക്ക് ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. then 3 2 3s are 6, 4 3s are 12, 3 243 കിട്ടി. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 81 കിട്ടുന്നു. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 again 3 9 again 3 3 then again 3 1. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മൾ 46,656ന്റെ ഫാക്ടേഴ്സ് 1 2 3 4 5 6 2s ഉണ്ട്, അതോടൊപ്പം 1 2 3 4 5 6 3s ഉണ്ട് അല്ലെ. നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, 6 2s ഉണ്ട്, അതോടൊപ്പം ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആദ്യത്തെ 3 2നെ നമ്മൾ ഗ്രൂപ്പ് ആക്കി, വീണ്ടും ഗ്രൂപ്പ് ആക്കി, വീണ്ടും 3യെ 2 ഗ്രൂപ്പ് ആക്കി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് നോക്കാം 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ. ഇതാണ് ഇതിന്റെ നമ്മൾ പേരെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന 2 ഇൻറ്റു 2 4, 4 3s are 12, 12 ഇൻറ്റു 3 36. അപ്പൊ 36ന്റെ ക്യൂബ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ 46,656. therefore 46,656 is a perfect cube അല്ലെ. നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തപ്പം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് 46,656 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. ഓക്കെ ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. Find the smallest number must be multiplied to get a perfect cube. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല.
ഏത് നമ്പർ, ഏത് സ്മോളസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകുക അല്ലെ. ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും അല്ലെ. അപ്പൊ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നോ ഡിവൈഡ് ചെയ്തായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഏതായിരുന്നു? യെസ്, വി ഹാവ് ടു യൂസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെ. ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു സ്ക്വയർ നമ്പർ ആകും, ഏത് നമ്പർ ഡിവൈഡ് ചെയ്താൽ അതൊരു സ്ക്വയർ നമ്പർ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്തത്. ഇവിടെയും സെയിം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. എവിടെയാണോ നമുക്ക് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കുറവുള്ളത് ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 243 ആണ്. നമുക്ക് നോക്കാം 243യെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 243യെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 81 കിട്ടുന്നു. 3 27 3 9 3 3 3 1. ഓക്കെ, അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. നോക്കിയേ, 243 ഈക്വൽ ടു നമുക്ക് 5 3s ആണ് വന്നിരിക്കുന്നത്. 3 into 3 into 3 into 3 into 3 അല്ലെ. 5 3s ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നോക്കിക്കേ, 2 3 3 ഉണ്ട്, പിന്നെ നമുക്ക് 2 3 ഉള്ളൂ അല്ലെ. ഒരു 3യും കൂടെ വന്നിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകുമായിരുന്നു അല്ലെ. അപ്പൊ നമ്മളിവിടെ ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? Yes, if we multiplied by 3, we get a perfect cube. Therefore, if we multiplied by 3, നമ്മൾ multiply ചെയ്യേണ്ട നമ്പർ multiplied by 3, we get a perfect cube. അതായത് 3 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് നമുക്ക് കുറവുള്ളത്. അതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതി 243യെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. നമ്മൾ സ്ക്വയേഴ്സിനകത്ത് പഠിച്ചതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും നമ്മൾ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 3 into 3 into 3 into 3 കഴിഞ്ഞ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 3 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 243 into 3, 243 into 3 എന്ന് പറഞ്ഞാൽ 729 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം. ദാറ്റ് ഈസ് 3 into 3. 3 into 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. അപ്പൊ 729 എന്ന് പറയുന്നത് 9ന്റെ ക്യൂബ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഏത് നമ്പർ മൾട്ടിപ്ലൈ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ഏതാണ് ഒരു നമ്പർ നമുക്ക് കുറവുള്ളത് ആ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, 256 അല്ലെ. നമുക്ക് 256നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നോക്കിക്കേ, 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 1 2 8 128 കിട്ടുന്നു. again 2 64, again 2 32, again 2 16, again 2 8, again 2 4, again 2 2, then 2 1. ഓക്കെ, നമുക്ക് ഈ നമ്പർ 256 നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് പോരായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് 256 ഈക്വൽ ടു നമുക്ക് എഴുതാം 1 2 3 4 5 6 7 8 2s ആണുള്ളത്. അപ്പൊ 2 into 2 into 2 into 2 into 2 into 2, then 6 into 2 into 2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നോക്കിക്കേ, ഇത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ 3 2 ഗ്രൂപ്പ് ചെയ്തു, അടുത്ത 2 ഗ്രൂപ്പ് ചെയ്തു, അടുത്ത 2 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരു 2ന്റെ കുറവുണ്ട്. ഒരു 2ഉം കൂടെ വന്നിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകുമായിരുന്നു. അപ്പൊ നമുക്ക് വി മൾട്ടിപ്ലൈഡ് ബൈ 3, നമ്മൾ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ വി മൾട്ടിപ്ലൈഡ് ബൈ 2, വി ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. അതായത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നോക്കിയാൽ 256 into 2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്കിപ്പം 8 2s ആണുള്ളത്. നമ്മൾ ഒരു 2ഉം കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. 2 into 2 into 2 into 2 into 2 into 3 6 3
6. ഇനി നമുക്ക് ഒരു 2 2 കൂടെ ഉണ്ട്, പിന്നെ നമ്മൾ ഒരു 2 കൂടെ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി 256 ഇൻറ്റു 2 256 ഇൻറ്റു 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇൻറ്റു 2 12, 5 ഇൻറ്റു 2 10 പ്ലസ് 1 11, 2 ഇൻറ്റു 2 4 പ്ലസ് 1 512 ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ് കിട്ടും. 3 ഗ്രൂപ്പിലും 2 ആണ് വരുന്നത്. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി 512 എന്ന് പറയുന്നത് 8ന്റെ ക്യൂബ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ 2 ആണ്. ക്ലിയർ? ഓക്കെ, ദെൻ തേർഡ് സബ് ക്വസ്റ്റ്യൻ 72 ആണ്. 72നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലെ. 72നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36 കിട്ടുന്നു. അഗെയിൻ 2 നമുക്ക് 18 കിട്ടും അല്ലെ. Then again we have to divide with 2 9 3 3 3 1. Okay, അപ്പോൾ നമുക്ക് 72ന്റെ ഫാക്ടേഴ്സ് എഴുതാം. 2 into 2 into 2 into 3 into 3 അല്ലേ. നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് ചെയ്യാം അല്ലെ. രണ്ടാമത് നമുക്ക് 3 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരു 3 ഇവിടെ കുറവാണ്. 2 3 ഉള്ളൂ. ഒരു 3 കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരണം. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ ഏതാണ്? യെസ്, ഇഫ് വി മൾട്ടിപ്ലൈഡ് ബൈ 3 അല്ലെ. നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ ഇഫ് വി മൾട്ടിപ്ലൈഡ് ബൈ 3 വി ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. അപ്പൊ നമ്മൾ 72നെയും നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? യെസ്, നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കിട്ടിയ ഫാക്ടേഴ്സിൽ അല്ലെ, ഫാക്ടേഴ്സ് നമുക്ക് ഇപ്പോൾ ഉള്ളത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. ഇവിടെയും നമ്മൾ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി 72 ഇൻറ്റു 3 72 ഇൻറ്റു 3 2 ഇൻറ്റു 3 6 7 ഇൻറ്റു 3 21 216 ആണ് വരുന്നത്. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, 2 ഗ്രൂപ്പ് ആക്കി അല്ലെ. ഒരു 2ന്റെ ഗ്രൂപ്പും 3യുടെ ഗ്രൂപ്പും, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 216 എന്ന് പറയുന്നത് 6ന്റെ ക്യൂബാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സ്മോളസ്റ്റ് നമ്പർ 3 ആയിരുന്നു. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയാൽ 675 ആണ് അല്ലെ. 675നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 675നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ നമുക്ക് നോക്കാം. 6 + 7 13 ആണ്. 13 + 5 18 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3s are 6 2 3s are 6 5 3s are 15 കിട്ടി. ഓക്കെ, ഇതൊക്കെ ഇനി നമുക്ക് 3 കൊണ്ട് പറ്റില്ല. 2 + 2 4 4 + 5 9 ആണ്. വീണ്ടും നമുക്ക് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം. 7 3s are 21 5 3s are 50. again we have to divide with 3 കൊണ്ട് തന്നെ വീണ്ടും ചെയ്യാം. അപ്പൊ 2 3s are 6 5 3s are 50. ഇനി നമുക്ക് 25നെ നമുക്ക് 3 കൊണ്ട് പറ്റില്ല അല്ലെ. 25നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5 5 1 കിട്ടുന്നു. ഓക്കെ, ഇനി 675നെ നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു 5 ആണ് കുറവുള്ളത് അല്ലെ. ആദ്യത്തെ 3 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, പക്ഷെ അടുത്ത ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരു 5ന്റെ കുറവുണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ ഇഫ് വി മൾട്ടിപ്ലൈഡ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? യെസ്, നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുന്നു. അപ്പൊ നമ്മൾ 675നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ ഓക്കെ നമുക്ക് 3 3s ഉണ്ട്. നമുക്ക് 5 ആണ് ഒരെണ്ണം കുറവുള്ളത്. 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് കൊടുത്തു. വീണ്ടും നമ്മൾ 675നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 3375 ആണ് കിട്ടുന്നത്. 3375 ഈക്വൽ ടു 3 ഇൻറ്റു 5. അപ്പൊ 3375 എന്ന് പറഞ്ഞാൽ 15ന്റെ ക്യൂബാണ്. 15ന്റെ ക്യൂബാണ് 3375. നമുക്ക് തന്നിരിക്കുന്ന 675 ഒരു ക്യൂബ് അല്ല, പെർഫെക്റ്റ് ക്യൂബ് അല്ല. നമ്മൾ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് 100. ഓക്കെ, 100നെ നമുക്ക് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആവും നോക്കാം. നമുക്ക് 100നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 100 നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 50, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 25,
25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 5 1. നമ്മൾ സ്ക്വയേഴ്സിൽ ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ട് അല്ലെ. കുറേയൊക്കെ നിങ്ങൾക്ക് വേഗം നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതാം 100 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നാണ് നമുക്ക് ഫാക്ടേഴ്സ് കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ നോക്കി നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു 2 കുറവുണ്ട്. ഇതും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരു 5 കുറവുണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഒരു 2വിന്റെയും ഒരു 5വിന്റെയും കുറവാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഒരു 2ഉം ഒരു 5ഉം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു പെർഫെക്റ്റ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഒരു 2 കൊണ്ടും 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, 2ഉം മൾട്ടിപ്ലൈ ചെയ്യണം, 5ഉം മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇഫ് ഈ മൾട്ടിപ്ലൈഡ് ബൈ, നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ നമ്പേഴ്സ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻറ്റു 5. 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുകയുള്ളൂ അല്ലെ. 2 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടും അല്ലെ. അപ്പൊ 100നെ നമ്മൾ 2 കൊണ്ടും 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 5 ഈക്വൽ ടു, ഇവിടെ ആദ്യം കിടക്കുന്ന 2 അല്ലെ, 2 ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു 2 കൊണ്ടും കൂടെ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു, പിന്നെ നമുക്ക് 2 5 ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് ആകാൻ വേണ്ടി ഒരു 5ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി 100 ഇൻറ്റു 2 200, 200 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 ആണ് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പർ പുതിയ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇനി പെയർ ചെയ്യുകയാണ്. അപ്പൊ 2 ഇൻറ്റു 5 കിട്ടി. അപ്പൊ 1000 എന്ന് പറയുന്നത് 10ന്റെ ക്യൂബാണ്. 10ന്റെ ക്യൂബാണ് 1000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 100 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല, 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ. പക്ഷെ ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. ക്യൂബ് ആവണമെങ്കിൽ നമ്മൾ 2 കൊണ്ടും 5 കൊണ്ടും അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. നമുക്ക് 2 പേര് അവിടെ കുറവുണ്ട്. 2 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരു 2ന്റെ കുറവുണ്ട്. 5ലും ഒരു 5ന്റെ കുറവുണ്ട്. അപ്പൊ നമ്മളിവിടെ 2 കൊണ്ടും 5 കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ.